നമസ്കാരം. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം പുതിയ വഴിത്തിരിവുകളിലേക്ക്. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര വേദികളിലും വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളത്. ലോക ജനത തന്നെ ആകാംക്ഷയോടുകൂടി സസ്പെൻസോടുകൂടി കാത്തിരുന്ന ഒരു വാർത്ത. നമ്മുടെ എല്ലാം സസ്പെൻസ് പൊളിക്കുന്ന രീതിയിൽ ഇസ്രയേലിനെ ഇറാൻ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആക്രമിച്ചിരിക്കുകയാണ്. എന്തു സംഭവിച്ചു എന്നുള്ള ലോക ജനതയുടെ ആകാംക്ഷയോടുകൂടിയുള്ള ഉറ്റുനോക്കൽ. അതിന് കാരണവുമുണ്ട്. കാരണം ഇത് നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ലോക സമ്പദ്ഘടനയുടെ പ്രധാന ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിൽ എന്തു തന്നെ സംഭവിച്ചാലും, യുദ്ധമായാലും അക്രമങ്ങളായാലും, അത് ലോക സമ്പദ്ഘടനയെ അതിവേഗതയിൽ ബാധിക്കുന്നതാണ്. ഇറാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണ് യുദ്ധം നടത്തിയത്. ഇറാന്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു അവർ ആക്രമണം അഴിച്ചുവിട്ടത്. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലെ ഇറാൻ എംബസി അവർ ആക്രമിക്കുകയും 7 പേരെ കൊല്ലുകയും ചെയ്തു. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡർ മുഹമ്മദ് റസ ഷഹീദ് എന്ന് പറയുന്ന ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 3-ന് ഇറാന്റെ കമാൻ നഗരത്തിൽ കാസിർ സുലൈമാനിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിൽ നടന്ന ചടങ്ങിൽ അവിടെ സംഭവിച്ച ബോംബ് സ്ഫോടനത്തിൽ 100 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. അതിലും ഇസ്രയേലിന്റെ പങ്ക് ഇറാൻ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ തങ്ങൾക്ക് ആക്രമിക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്നാണ് ഇറാന്റെ UN പ്രതിനിധി പറഞ്ഞത്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇസ്രയേലിന്റെ ആകാശപരിധിയിലെത്തി. ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അയൺ ഡോം, ആരോ, അങ്ങനെ 2 പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം അവയെ തടയുകയും തകർക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇറാൻ അതിനുശേഷം ഇറാൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുന്നു, ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുന്നു. അതിന്റെ കാരണം, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രയേലിന്റെ സിവിലിയൻ കേന്ദ്രങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഗാസയോട് കാണിച്ചതുപോലെ ഒരു കൂട്ടക്കൊലയോ അല്ല. ഇസ്രയേലിന്റെ മിലിറ്ററി സംവിധാനങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ പ്രധാനമായി സിറിയയിൽ നടന്ന ആക്രമണത്തിൽ ഞങ്ങളുടെ എംബസി തകർക്കാൻ അവർ ഉപയോഗിച്ച മിലിറ്ററി സംവിധാനങ്ങൾ, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ സാധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു എന്നതാണ് ഇറാന്റെ വാദം. അതേസമയം ഇസ്രയേൽ പറയുന്നത് ഇറാന് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ 300 ചില്ലാനം വരുന്ന ഡ്രോണുകളും ഡസൻ കണക്കിന് വരുന്ന മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും തരിപ്പണമാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാന്റെ വാദം ശരിയല്ല, ഇറാൻ ലക്ഷ്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. പ്രധാനമായി ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നെഗോസ് മരുഭൂമിയിലുള്ള റാമോൺ എയർബേസ് സൈറ്റുകൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നതാണ് ഇറാന്റെ മറ്റൊരു വാദം. ഈ റാമോൺ എയർബേസ് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട എയർബേസിലൊന്നാണ്. എന്തായാലും ഇസ്രായേലിൽ മരണങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, കാഷ്വാലിറ്റികളൊന്നുമില്ല. നല്ല കാര്യം. ഇത് തന്നെ ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. ഇറാന്റെ ലക്ഷ്യം ഇതല്ല. ഇറാന്റെ ലക്ഷ്യം അവിടുത്തെ ജനങ്ങളെ കൊല്ലുകയോ ഇസ്രായേൽ തകർക്കുകയോ ലക്ഷ്യമല്ല. ഇവർക്ക് കിട്ടിയ ഒരു അടി തിരിച്ചു മറുപടി കൊടുത്തു. അതിലൂടെ അവർ കണ്ടെത്തിയ സംതൃപ്തി, അയാൾക്ക് അവർക്കുണ്ടായ നാണക്കേട് അവർ അതിലൂടെ തിരിച്ച് പിടിച്ചെടുത്തു. അതുമാത്രമല്ല, ഇറാന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജനങ്ങളുടെ മേലുള്ള കമ്മിറ്റ്മെന്റ് അവർ പൂർത്തീകരിച്ചു എന്നതാണ് അവർക്ക് അഭിമാനത്തോടു കൂടിയുള്ള ഒരു നിമിഷം. ഇത് മാത്രമല്ല, ഇസ്രയേൽ ഗാസ നടത്തുന്ന കൂട്ടക്കൊലയിൽ ഇസ്രയേലിനെതിരെ വിരൽ ചൂണ്ടാൻ, ഇസ്രയേലിനെതിരെ ഒന്ന് ആഞ്ഞടിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിച്ചിരുന്ന മുസ്ലിം ലോകത്ത് വലിയൊരു ആശ്വാസമായി മാറി. അതുകൊണ്ട് തന്നെ ഇറാന് മുസ്ലിം ലോകത്തുനിന്ന് കിട്ടുന്ന പിന്തുണ വേറെയാണ്. അത് ഇറാന്റെ രാഷ്ട്രീയപരമായ ഉയർച്ചയ്ക്ക് ഒരു കാരണമായി തീരും സാധ്യതയുള്ളൊരു കേസാണ്. ഇനി ഇസ്രയേൽ തിരിച്ചടിക്കാൻ പ്ലാൻ ചെയ്താൽ ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് ജോ ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്.